പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ സ്നേഹവന്ദനം. അടുത്ത അനുഗ്രഹ പ്രാർത്ഥന. കർത്താവേ, നിൻ്റെ അവകാശവും ഓഹരിയുമാകുന്ന തിരുസഭയുടെ നീ കാരുണ്യം കാണിക്കണമേ. നിൻ്റെ വിശുദ്ധമായ തിരുരത്വത്തെ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ മക്കൾ നിൻ്റെ നാമത്തിന് ആശ്രയം അർപ്പിച്ചുകൊണ്ട് നിന്നെ നാഥൻ രക്ഷകനുമായി ഏറ്റുപറയുന്ന മക്കൾ ഈ സമയം കണ്ണീരോടെ അങ്ങയുടെ തിരുസന്നിധി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ തിരുമുറവാർന്ന വലതുകരം മക്കളുടെ ശിരസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആരെല്ലാം എന്തെല്ലാം വേദനകൾ കൊണ്ട് ഈ വിഷയത്തിൽ ഈ സമയത്തെ ഹൃദയഭാരമുള്ളതാക്കുന്നുവോ ആ വിഷയങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കാനായിലെ കല്യാണവേദിയിൽ ജീവിത സാഹചര്യത്തിൻ്റെ ഭൗതിക ബുദ്ധിമുട്ടുകൾ നേരിട്ട സമയത്ത് അത് എത്രയും വേഗം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈശോയുടെ ദൃശ്യനെ കൊണ്ടുവന്നതുപോലെ ആരെല്ലാം ഇപ്പോഴെല്ലാം എവിടെയെല്ലാം പ്രാർത്ഥന വ്യാപരിക്കുന്ന അവരുടെ ജീവിത ഭൗതിക അവസ്ഥകളെ പരിശുദ്ധമേ, ദേവമാതാവേ, ഈശോയുടെ ദൃശ്യനെത്തി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ ഓരോ മക്കളും ഇന്ന് ചെയ്യുന്ന ഓരോ ദൗത്യങ്ങളും ഉദ്യമങ്ങളും അത്യുത്സാഹപരമായി ചെയ്യുവാൻ അങ്ങയുടെ തിരുമുറവാർന്ന വലതുകരത്തിൻ്റെ പ്രത്യേക വിശേഷവിദ്യ അഭിഷേകത്താൽ മക്കളെ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഇന്ന് കണ്ടുമുട്ടുന്ന പഠിക്കുന്ന പാഠങ്ങൾ, എഴുതുന്ന പരീക്ഷകൾ, ഒപ്പിടുന്ന രേഖകൾ എല്ലാം കർത്താവിൻ്റെ നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരുന്നു. കർത്താവ്, ഇതെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ജീവിതം കൊണ്ടല്ല, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയും ഞങ്ങൾക്ക് വേണ്ടി തിമിർക്കിടം ചൂടുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശ് മരിക്കുകയും ഞങ്ങളെ സ്വന്തം ജീവനേക്കാൾ വലുതായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ സ്നേഹത്തെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ മുഴുക്കിടത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ തിരുവാല മുറിവിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ മരക്കുരിശിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഗെത്സെമൻ്റെ തിരുവീഥികളിലൂടെ തിരുവിധികളിലൂടെ മുൾക്കിടം ചൂടിക്കൊണ്ട് ഒരു ചോരപങ്കില്ല നടന്നുപോയ അങ്ങയുടെ സ്നേഹത്തിൻ്റെ മഹത്തായ സമർപ്പണത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്തതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ ഓർക്കാതിരുന്ന നിമിഷത്തെ ഓർത്തുകൊണ്ടും നിന്നെ ഓർത്തുപോലെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഓർത്തുകൊണ്ടും ഇപ്പോൾ മാപ്പാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്നെ ഞങ്ങളുടെ കരുണ കാണിക്കണമേ. കർത്താവെ, ശത്രുക്കൾ ഉഴുതു മറിച്ചതിൻ്റെ മുതുകിലാണല്ലോ എന്ന് ഞങ്ങൾ വായിക്കുമ്പോൾ കണ്ണ് നിറയുന്നു. കർത്താവെ, അതേ ദൈവസ്നേഹത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ ആശ്രയിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവെ വേദനിക്കുവാനോ അബാൻഡൻ ചെയ്യാനോ ഇടയാക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. ഐ വിൽ നോട്ട് അബാൻഡൻ യു ഫോർ അറ്റ് എനി കോസ്റ്റ് എന്ന് പറഞ്ഞു കർത്താവെ. ആ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ മക്കൾക്കൊരു യോഗ്യതയില്ലെങ്കിലും കർത്താവെ, ഒരു യോഗ്യതയുമില്ലാത്ത മക്കളുടെ നിലനിൽപ്പിനായി പ്രാർത്ഥിക്കുന്നു. അതിജീവനത്തിനായി പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുമുള്ള ക്രിസ്തീയ വിശ്വാസികൾക്കായി പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുമുള്ള ക്രൈസ്റ്റിനെ ഹോണർ ചെയ്ത് ജീവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ സമാധാനം എവിടെയാണോ ലോകം മുഴുവനുമുള്ള ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും നല്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുന്ന രീതിയിൽ, സമാധാനം സുസ്ഥാപിക്കുന്ന രീതിയിൽ എല്ലായിടത്തും ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഈശോ മിശിഹായുടെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട, നമുക്ക് ശിരസ് സംബന്ധമായ, ശിരസ് എന്ന് പറഞ്ഞ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം, ഏറ്റവും വലിയ കേന്ദ്രം, ശിരാകേന്ദ്രം എന്ന് പറയുന്നത് ശിരസ്സാണ്. എല്ലാവരും നിയന്ത്രിക്കുന്നത് ശിരസിനെ കുറിച്ച് ബൈബിളും പറയുന്നത് ശിരസ് തന്നെയാണ് ശരീരത്തിന് ഏറ്റവും വലിയ അവയവം എന്നാണ്. ശിരസിനെക്കുറിച്ച് 1-2 വചനങ്ങളൊക്കെ വായിക്കാം. എന്നിട്ട് ഞാൻ ആ വിഷയം പറയത്തില്ല, വേറൊരു വിഷയം പറയാൻ വേണ്ടിയാണ് ഞാനിത് വായിക്കുന്നത്. നമ്മുടെ എഫെസ്യസ് 4:15 പ്രസ്തുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക്. ക്രിസ്തു ആരാണ്? ശിരസ്സാണ്. ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നത് നമ്മൾ വളരേണ്ടത്, വളർച്ച പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാപിക്കേണ്ടത് ക്രിസ്തുവിലേക്കാണ് നമ്മൾ വളരേണ്ടത്. ഇതിനോട് ബന്ധപ്പെട്ട വചനം കൂടിയുണ്ട് എഫെസ്യസ് 5:23. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. അതായത് ക്രിസ്തുവിനെ ശിരസ്സായിട്ടാണ്, സഭയുടെയും ശിരസ്സാണ്. അപ്പോൾ ഞാൻ എന്ത് പറയാൻ കാര്യം വെച്ചാലേ,
പ്രാധാന്യം കൊടുക്കുന്ന വിഷയങ്ങളിലൊന്ന് ഉടമ്പടി. ഇന്ന് എല്ലാ മനുഷ്യരും, എല്ലാ വിധത്തിലുള്ള മനുഷ്യരും ഉടമ്പടി എടുക്കുന്നുണ്ട്. പക്ഷെ ഉടമ്പടിയുടെ ശിരസ് എന്താ നിങ്ങൾക്കറിയാമോ? ഉടമ്പടിയുടെ ശിരസ് ക്രിസ്തുവാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. അതാണ് ഉടമ്പടിയിലെ ആദ്യത്തെ ദൈവസ്നേഹ പ്രവർത്തനം. പ്രാസംഗികൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? ഇപ്പം നമ്മുടെ എല്ലാ ഉപവിപ്രവർത്തനങ്ങളെക്കാളും വലുതാണ് ക്രിസ്തുവിനെ കൈമാറുന്നതെന്ന് പറയണത്. അതായത് അത് കൈമാറ്റം ആണ് ഇതിൻ്റെ തലയെന്ന് പറയുന്നത്, ശിരസ്സെന്ന് പറയണത്. ഉടമ്പടിയുടെ ശിരസ്സെന്ന് പറഞ്ഞത് എന്താണ്? ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കണം. അപ്പോൾ എല്ലാത്തിനും ഒരു ശിരസ്സുണ്ട്, സഭയ്ക്കൊരു ശിരസ്സുണ്ട്, അത് ക്രിസ്തുവാണ്. ക്രിസ്തുവിലേക്കാണ് എല്ലാവരും വളരണത്. ആത്മീയ വളർച്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ദൈവാനുഗ്രഹത്തിൽ വളരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറേ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ട് തിന്ന് കൊഴുക്കുക, മതിച്ച് ചീർക്കുക എന്നുള്ളതല്ല അർത്ഥം. ക്രിസ്തുവിലേക്ക് വളരുക എന്ന അർത്ഥം. അപ്പോൾ അതാണ് സത്യസന്ധമായ ദൈവത്തെ അന്വേഷിക്കൽ. അപ്പോൾ ശിരസ്സെന്ന് പറയണത്, ഇപ്പം ഉടമ്പടിയുടെ ശിരസ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൃദയമാണ് ഈ കാരുണ്യ പ്രവർത്തികളെന്ന് പറയണത്. അതിൻ്റെ കൈകൾ വിശ്വാസ പ്രഖ്യാപനമുണ്ട്, വിശ്വാസ പ്രയോഗമുണ്ട്. ഇത് നിൽക്കുന്ന കാലുകളെന്ന് പറയണത് എന്താണ്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ്. അപ്പോൾ നമ്മൾ സാക്ഷികളായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തിൽ മാത്രമല്ല, ഈ കാലങ്ങളിൽ ദൈവത്തിൻ്റെ അരുളപ്പാടായ കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിലെ അമ്മയുടെ സന്ദേശത്തിന് കൂടി സാക്ഷികളായിട്ടാണ് നമ്മൾ ഉടമ്പടിയിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ പടിപടിയായി ഉടമ്പടി ജീവിച്ച് സുവിശേഷത്തിൻ്റെ മുന്നേറ്റം നടത്തി ക്രിസ്തുവാകുന്ന ശിരസിലേക്ക് വളരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചുകൊണ്ടായിരിക്കട്ടെ. പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിലും രണ്ടാം ശനിയാഴ്ചകളിലും ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനം മരിയൻ സന്നിധാനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് കർത്താവേ ജോബ് 1:10 വേലികെട്ടിയ വലിയ സംരക്ഷണവും അവരുടെ നിയോഗങ്ങളുടെ മേൽ പല സമൃദ്ധിയും അനുഗ്രഹവും വർഷിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, അമ്മ മക്കളെ തൃക്കൻ പാർക്കണമേ. കരങ്ങൾ വീശി ചേർന്ന് പാടാം. കരങ്ങൾ നീട്ടി പാടാം. അമ്മേ പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ നടത്തിയ ഉടമ്പടി പാലിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. തിങ്കളാഴ്ചകളിലെ ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രദ്ധിക്കട്ടെ. കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, കൃപാസനം
പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധി ഞങ്ങൾ നടത്തിയ ഉടമ്പടി പാലിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. എല്ലാ ചൊവ്വാഴ്ചകളിലും കൃപാസനത്തിൽ നടക്കുന്ന ഉടമ്പടി ആരാധനയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രുതികടെ ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, ആരാധിച്ച് വണങ്ങുന്നു. കർത്താവേ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ, പ്രാർത്ഥനാവശ്യങ്ങളും സമർപ്പിക്കട്ടെ, രോഗദുരിതങ്ങളും സമർപ്പിക്കട്ടെ. കർത്താവിൻ്റെ ചൈതന്യം നിറയട്ടെ. യേശുവേ പരിശുദ്ധമ്മ വഴി എല്ലാ നിയോഗങ്ങളും അങ്ങേ പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. പ്രിയമുള്ളവരെ, അവിടുന്ന് അവരോട് സഹകരിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനങ്ങളെ സ്ഥിരീകരിക്കുകയും ചെയ്തു. മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം വളരെ പ്രസിദ്ധമായ വചനമാണ്. 20-ാമത്തെ വാക്യം. അവിടുന്ന് അവരോടുകൂടെ പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. എന്താണ്? കർത്താവ് നമ്മോടുകൂടെ പ്രവർത്തിക്കും. പ്രീഡില്ലേ? അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൈവിക ഇടപെടലിൻ്റെ ഒരു രീതിയാണ്. എന്താണ്? അവിടുന്ന് അവരോടുകൂടെ പ്രവർത്തിക്കുകയും. അവിടുന്ന് അവരോടുകൂടെ പ്രവർത്തിക്കുകയും. അപ്പം നമ്മുടെ ഒക്കെ കൂടെ കർത്താവ് പ്രവർത്തിക്കും. പിന്നെ എന്നാ ചെയ്യും? രണ്ടാമത് അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്യും. അപ്പോൾ വചനം സ്ഥിരീകരിക്കണത് എങ്ങനെയാണ്? അടയാളങ്ങൾ കൊണ്ടാണ്. അതാണ് അടയാളങ്ങൾക്ക് വലിയ പ്രാധാന്യം വരുന്നതിൻ്റെ കാരണം. അതാണ് വചന സ്ഥിരീകരണത്തിൻ്റെ ഒരു മാർഗം അടയാളങ്ങളാണ്. അടയാളങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വചനം നിങ്ങളെ കേൾക്കുന്ന മുമ്പ് അടയാളങ്ങളെ കാണിക്കുന്നതിൻ്റെ കാരണം അതാ. സാക്ഷ്യം പറയിപ്പിക്കണില്ലേ? അതിൻ്റെ ഉദ്ദേശം അതാണ്. വചനങ്ങൾ ദൈവം സ്ഥിരീകരിച്ചതിൻ്റെ അടയാളങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഒരു ചേട്ടായി ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ? ഇതാണ് ഗംഭീരമായ കടം, നിക്കക്കള്ളിയില്ല അത്രേ. അപ്പോൾ അദ്ദേഹത്തിന് വിൽക്കാൻ വേണ്ടി ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ആ സ്ഥലം ബ്രോക്കറോട് പറഞ്ഞ് നല്ല സ്ഥലം പോലും വിറ്റ് പോണില്ല ഈ കാലത്ത്. പിന്നെയാണ് തൻ്റെ വെള്ളം കയറുന്ന സ്ഥലം എന്ന് ചോദിച്ചില്ലേ? അത് വളരെ സീരിയസ് വിഷയമാണ്. ഉടമ്പടിയുടെ നേച്ചറുള്ളൊരു സാക്ഷ്യമാണ്. ബ്രോക്കർ എന്നാ പറയണത്? എന്നാ കടമാണെന്ന് പറഞ്ഞാലും ആത്മഹത്യയെന്ന് പറഞ്ഞാലും നല്ല സ്ഥലങ്ങൾ പോലും ഈ കാലത്ത് വിറ്റ് പോണില്ല. പിന്നെ എങ്ങനെയാണ് തൻ്റെ വെള്ളക്കുഴി വിറ്റ് പോണത് എന്ന് ചോദിച്ചു. ആ വചനം ഞാൻ കേട്ട എൻ്റെ ഞാൻ അകത്തിരുന്ന ആ വചനം അദ്ദേഹം പറയണ കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വന്ന വചനം, സിംഹക്കുട്ടികളെ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം. കർത്താവെ, അങ്ങയിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ആശ്രയിക്കുന്നവർക്കല്ല, അങ്ങയെ അന്വേഷിക്കുന്നവർക്ക്. അതാണ് 34:10 സങ്കീർത്തനം 34:10. ഒന്നേറ്റ് പറഞ്ഞ്, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വലഞ്ഞേക്കാം. കർത്താവേ, അങ്ങയെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. അപ്പം സിംഹക്കുട്ടികൾ പോലെ ഇര കിട്ടാതെ വലയുന്ന കാലമെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കഴിവും സ്വാധീനമൊക്കെ ഉണ്ടായാലും കാര്യം നടക്കാത്ത കാലമുണ്ടാകും ഇല്ലേ? നമുക്ക് എത്ര കഴിവും സ്വാധീനവും ഉണ്ടായാലും
കാര്യങ്ങൾ നടക്കാതിരിക്കണ കാലമുണ്ടാകും. അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. എന്താ പറയണത്? സിംഹക്കുട്ടികൾ പറഞ്ഞ് സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വലഞ്ഞേക്കാം. ഇപ്പം വലച്ചിലിൻ്റെ കാലമാണ്. ഈ വലച്ചിലിൻ്റെ കാലത്ത് എന്നാ ചെയ്യണമെന്നാണ് പറയണത്? കർത്താവേ അങ്ങയെ അന്വേഷിക്കുന്നവർക്ക് പറഞ്ഞ് കർത്താവേ അങ്ങയെ അന്വേഷിക്കുന്നവർക്ക്. അപ്പോൾ വലച്ചിലിൻ്റെ കാലത്ത് എന്നാ ചെയ്യേണ്ടത്? കർത്താവിനെ അന്വേഷിക്കണം. അതാണ് സങ്കീർത്തനം 34:10. ഈ വചനം വീട്ടിൽ പോയിട്ട് വായിക്കണം, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലേക്ക് കയറി സെർച്ച് ചെയ്തെടുക്കണം. കാര്യം വലച്ചിലിൻ്റെ കാലത്ത് പലതരത്തിലെ വലച്ചിൽ വരും അല്ലേ? രോഗം ഒരു വലച്ചിലാണ്, കൊറോണ ഒരു വലച്ചിലാണ് അല്ലേ? വലച്ചിലിൻ്റെ കാലത്ത് എന്താ ചെയ്യണം? ഉള്ള ദേവാലയം അടച്ചുപൂട്ടുകയല്ല ചെയ്യേണ്ടത്. ഇപ്പം ചില വിദേശ രാജ്യങ്ങളിൽ ചില ഇടവകയൊക്കെ ദേവാലയം അടച്ചുപൂട്ടിയെന്ന് നമ്മൾ വായിച്ചില്ലേ? വാട്ട് നോൺസെൻസ്! വലച്ചിലിൻ്റെ കാലത്ത് എന്നാ ചെയ്യേണ്ടതാ? കർത്താവിനെ അന്വേഷിക്കണം. ചിലർ നമ്മൾ എന്തിനെയാണ് ഭയപ്പെടേണ്ടത്? ഇപ്പോൾ വല്ലാത്തൊരു ഭയമാണ് മനുഷ്യൻ്റെ സമൂഹത്തിലിങ്ങനെ പ്രസരിച്ചുകൊണ്ടിരിക്കണത് അല്ലേ? പലതരത്തിലുള്ള ഭയങ്ങളല്ലേ? വാർത്തകളും വിശദീകരണങ്ങളും കൊണ്ട് മനുഷ്യനെ ഭയപ്പെടുത്തി ആരോഗ്യം സംരക്ഷിക്കുമ്പോൾ, ശാരീരിക ആരോഗ്യം സംരക്ഷിക്കുമ്പോൾ മാനസിക ആരോഗ്യം തകർന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഓരോ സംഭവങ്ങളൊക്കെ വിശദീകരണം കേൾക്കുമ്പോൾ, പാവപ്പെട്ട മനുഷ്യന് കേൾക്കുമ്പോൾ അവന് വലച്ചിലുണ്ടാകും. അവൻ്റെ മാനസിക ആരോഗ്യം തകർന്നുകൊണ്ടിരിക്കണം. ശാരീരിക ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി എടുക്കുന്ന നടപടികൾ ജനതയുടെ മാനസിക ആരോഗ്യത്തെ തകർക്കരുത്. എല്ലാ മേഖലകളിലും മാനസിക ആരോഗ്യങ്ങൾക്കും ശാരീരിക ആരോഗ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി അവർക്ക് ആത്മശക്തി ലഭിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ശാരീരികമായ വലച്ചിലുള്ളവര്, ദുഃശ്രദ്ധയിലായിരിക്കുന്നവര്, തുറന്നാമൂലം വേദനിക്കുന്നവര്, കർത്താവേ അവിടുത്തെ സാന്നിധ്യം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ അടച്ചുപൂട്ടപ്പെട്ട ദേവാലയങ്ങൾ തുറക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ. കർത്താവിന്റെ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്വേഷിക്കുവിനാദ്യം നിങ്ങൾ ദൈവത്തിൻ രാജ്യം, നിങ്ങൾക്കായെല്ലാം ചെയ്തു തന്നീടും, എല്ലാം ചെയ്തു തന്നീടും. എല്ലാവരും ചേർന്ന് പരിശുദ്ധ പരമദിവ്യകാരുണ്യം ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ. രാജ്യം ഒരു ആരോഗ്യ എമർജൻസി, ഹെൽത്ത് എമർജൻസിയിലേക്ക് പോവുകയാണെന്നാണ് പൊതുവെ ഉള്ളൊരു സൂചന. ആരോഗ്യ അടിയന്തരാവസ്ഥ. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന നമ്മൾ 144 പ്രഖ്യാപിക്കണ പോലെ കുറേ സമയത്തും ഇനി ആരോഗ്യ മേഖലയെ ഒരു 144 പ്രഖ്യാപിച്ചെന്ന് വരും. രണ്ടാൾ ഒരുമിച്ച് കൂടി നിൽക്കുന്നത് നിരോധിക്കുന്ന ഒരു കാലമുണ്ടാകും. അത്രയും കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടി, രാജ്യത്തിന് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, കൊറോണ വൈറസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അതുമൂലം ഭീഷണിയായിരിക്കുന്ന രാജ്യങ്ങളെ സമർപ്പിക്കുന്നു, വ്യക്തികളെ സമർപ്പിക്കുന്നു. കർത്താവേ, ദിവ്യകാരുണ്യത്തിന് അതുല്യമായ ശക്തിയാൽ കർത്താവേ രാജ്യത്തെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനതയുടെ ജീവൻ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കുന്നു. ആരെ പേടിക്കണം എന്ന് ഞാൻ പറയാം എന്ന് ഈശോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ? ആരെ പേടിക്കണം എന്ന് ഞാൻ പറയാം.
കാര്യം നമ്മൾ പലതിനെ പേടിക്കണ കൊണ്ടാണ് ഈശോയ്ക്ക് അങ്ങനെ പറഞ്ഞ് വരേണ്ടി വന്നത്. മനുഷ്യൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് എല്ലാത്തിനെയും പേടിക്കുമല്ലോ ഇപ്പം. അതുകൊണ്ട് ആ പേടിയുടെ കാര്യത്തിൽ ഒരു ദിശാബോധം ഉണ്ടാവും. ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം. കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവനെ മാത്രം പേടിക്കണം. അതാണ് ലുക്ക 12:5. ആരെ പേടിക്കണം എന്ന് വെച്ചാൽ ദൈവത്തെ മാത്രം, വൈറസിനെ പേടിക്കേണ്ടെന്ന് എൻ്റെ അർത്ഥം അല്ലേ. ദൈവത്തെ മാത്രമാണ് നമ്മൾ പേടിക്കേണ്ടത്. ഇതിനെ പേടിക്കുകയല്ല വേണ്ടത്. ഇതിനെ ഒരു സാമൂഹ്യ അവബോധവും വിവേകവും വെച്ചുകൊണ്ട് മനുഷ്യൻ ഇത് പടരാതിരിക്കാനും, ഇനി ഇൻ കേസ് ഒരു സംശയം വന്നാൽ ഗവൺമെൻറ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന ഹെൽത്ത് കെയർ സെൻറ്റേഴ്സിൽ അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യണം നമ്മൾ. അത് നമ്മുടെ വിവേകത്തിൻ്റെ ഭാഗമാണ്. പൊതുജനത്തിൻ്റെ ആരോഗ്യവും നമ്മളുടെ വ്യക്തിപരമായ പ്രതിബദ്ധതയുടെ ഭാഗമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അത്താഴ മേശയിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. അങ്ങ് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന വലിയ സ്നേഹമുണ്ടല്ലോ, അതിനെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. ദിവ്യകാരുണ്യമേ, തിരുശരീര രക്തത്താൽ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. ഇപ്പോഴേ പരിഭ്രാന്തിയല്ലേ ശരിക്കും. വൈറസിനെ പിടിച്ച് ദേവാലയത്തിൻ്റെ വാതിലടക്കുന്നെന്ന് പറയണത് വരെയാണ്. ആ ഇടവകക്കാരെയാണ് ശരിക്കും വൈറസിനേക്കാളും നമുക്ക് പേടി. വൈറസിനെ പേടിച്ച് കുർബാന കൈ കൊടുക്കണില്ല എന്ന് പറയുന്ന ശുശ്രൂഷകരില്ലേ, അവരെ നമ്മൾ വൈറസിനേക്കാൾ പേടിക്കേണ്ടതാണ്. വൈറസിനെ പേടിച്ച് കുർബാന കുറേ നാളത്തേക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ടുള്ള ഇടവക്കാരല്ലേ, അവരെ വൈറസിനേക്കാൾ കൂടുതൽ പേടിക്കേണ്ടതാണ്. കാര്യമെന്താ? ദൈവത്തിൽ നിന്ന് പിടുത്തം വിട്ടിട്ടുള്ള ആധ്യാത്മിക അഭ്യാസങ്ങളൊക്കെ പരിഭ്രാന്തി ക്ഷണിച്ചു വരുത്തും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ അവസ്ഥകളെ മുഴുവനും അങ്ങയുടെ തിരുസന്നിധിയിൽ, അങ്ങയുടെ അത്താഴ മേശയിൽ സമർപ്പിക്കുകയാണ്. തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും അഭിഷേക ശക്തിയാൽ, സ്നേഹത്തിൻ്റെ ശക്തിയാൽ അങ്ങ് വിടുതൽ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ആയിരിക്കുന്നതിന് സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ആ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നമ്മൾ സുരക്ഷിതത്വം അനുഭവിക്കുകയും ആ വിശ്വാസിയുടെ സുരക്ഷിതത്വത്തിലെ പൊതുസമൂഹത്തിനെയും സുരക്ഷിതമാക്കി ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ കൂട്ടമായ പ്രാർത്ഥനയോടുകൂടിയും അതിനേക്കാളുപരി ഇപ്പോഴേ രാജ്യങ്ങൾ അതിൻ്റെ അതിർത്തികൾ അടക്കുകയാണ്. രാജ്യങ്ങൾ അതിർത്തികൾ അടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സഹകരണത്തിൻ്റെ വാതിൽ തുറക്കുകയാണ് വേണ്ടത്. അതാണ് കോവിഡിൻ്റെ സുവിശേഷം. ഈ സുവിശേഷത്തിൽ തന്നെ പാസീവ് ഗോസ്പെലിംഗ് ഉണ്ട്, ആക്റ്റീവ് ഗോസ്പെലിംഗ് ഉണ്ട്. പാസീവ് ഗോസ്പെലിംഗ് എന്ന് പറയുമ്പോൾ ഒരു ശത്രു പറയുന്ന സുവിശേഷമാകുമ്പോൾ തന്നെ അത് നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. എന്താണ്? അതിർത്തികളൊക്കെ അടക്കാൻ എളുപ്പമാണ്, പക്ഷെ സഹകരണത്തിൻ്റെ വാതിൽ തുറക്കുമ്പോഴേ അത് ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്.
ജനങ്ങളെ എല്ലാ രാജ്യത്തിലും മനുഷ്യരാശിയെ മൊത്തത്തിലാണിത് ഇപ്പോഴും ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യരാശി മൊത്തം മുമ്പത്തേക്കാളുള്ള മതിലുകളും വാതിലുകളും ഒക്കെ മറന്ന് ഒറ്റക്കെട്ടായി ഐക്യത്തോടു കൂടി ഇങ്ങനെയുള്ള വംശീയ വിപത്തിനെ ചെറുക്കാൻ ആവശ്യമായ പരസ്പര സ്നേഹവും സഹകരണവും നമ്മുടെ സമൂഹത്തിലും ആഗോള സമൂഹത്തിലും പുലരാൻ വേണ്ടി സ്നേഹത്തിൻ്റെ ഇരിപ്പിടമായ ഈശോ തിരുസന്നിധിയിൽ കോവിഡ് ബാധിച്ചിട്ടുള്ള എല്ലാ രാജ്യങ്ങളെയും, അതിനേക്കാൾ ഉപരിയാണ് ബൈസ്റ്റാൻഡേഴ്സ്. ഇത് ബാധിക്കുമ്പോൾ അതിനെ പരിചരിക്കുന്നവരുണ്ട്, ആരോഗ്യപ്രവർത്തകർ ഇപ്പോഴ് കണ്ണിൽ ഉണ്ണി പോലെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു സമൂഹത്തിൻ്റെ ശുശ്രൂഷകരാണ്. അതുപോലുള്ള എല്ലാ വ്യക്തികളിലും പരസ്പരമായ സ്നേഹം പുലരാനും സഹകരണം വർദ്ധിക്കുവാനും മനുഷ്യരാശിയുടെ കൂട്ടായ സ്നേഹസഹകരണത്തോടു കൂടി ഇങ്ങനെയുള്ള ശത്രുതകളെ തരണം ചെയ്യാൻ ആവശ്യമായ ദൈവകൃപയ്ക്ക് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. കൊറോണ ബാധിച്ചിട്ടുള്ള എല്ലാ രാജ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗഭീഷണിയിൽ കോവിഡ് അസുഖം ബാധിച്ചിട്ടുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മനുഷ്യരുടെ എല്ലാ ഭയഭീഷണിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിശക്തമായി സ്തുതിക്കട്ടെ. ഈ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ നടപടിക്രമങ്ങൾ ക്രിയണമേ. ആത്മാവിന്റെ അഭിഷേകം സൗഖ്യം നൽകണം. കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ചേർന്ന് പാടാം. എനിക്കു എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു ഏറ്റുപാടാം. നിന്റെ ശരീരം എനിക്കു എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യം, ആരാധനയും സ്തുതിയും പോഴ്ചയുമാണ്. നമ്മൾ അടയാളങ്ങളെക്കുറിച്ചാണ് ധ്യാനിക്കാൻ തുടങ്ങിയത്. അടയാളങ്ങൾ മർക്കോസ് 16:20 അനുസരിച്ച് കൊണ്ട് ദൈവം നമ്മോടുകൂടി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ സ്ഥിരീകരണമാണ്. ദൈവപ്രവർത്തനങ്ങൾക്ക് എപ്പോഴും സ്ഥിരീകരണം ആവശ്യമായി വരും. ചിലപ്പോഴും സ്ഥിരീകരണം ഉണ്ടാവാത്ത പ്രവർത്തനങ്ങളുണ്ടാവും. അപ്പം അടയാളങ്ങൾ തന്നെ ചില കാര്യങ്ങൾക്ക് സ്ഥിരീകരണം ഉണ്ടാകാത്ത പ്രവർത്തനങ്ങളും അടയാളങ്ങളും ഉണ്ടാകും. അതെന്താ അങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴ് ശ്രുതിയുടെ ഹല്ലേലൂയ, കരങ്ങൾ വീശിക്കൊണ്ട് ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ ശക്തി പ്രവഹിക്കട്ടെ. COVID-19 ബാധിച്ചിട്ടുള്ള മക്കളിലേക്ക് ദൈവത്തിന്റെ ശക്തി നിറയട്ടെ. രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യം, നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായി. അപ്പം മർക്കോസ് 16:20 നമ്മുടെ ധ്യാന വിഷയം. ആ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവ് അവരോട് സഹകരിക്കുകയും അടയാളങ്ങൾ കൊണ്ട് പ്രവർത്തനങ്ങളെ സ്ഥിരീകരിക്കുകയും ചെയ്തു. സഹകരണമുണ്ട്, പിന്നെ എന്താണ്? സ്ഥിരീകരണമുണ്ട്. എന്തിനാണ് സ്ഥിരീകരിക്കണത്? വചനങ്ങളെ സ്ഥിരീകരിക്കും. എല്ലാ വചനങ്ങളും സ്ഥിരീകരിക്കും. അതുകൊണ്ടാണ് റൈറ്റ് ഡൗൺ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണില്ലേ 22:6 വെളിപാട് പുസ്തകം 22:6 പറയും, എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാണ്. പ്രൈസ് ദി ലോർഡ്. അതാ വെളിപാട് 22:6 എഴുതുക. പറഞ്ഞ് ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാണ്. അതാണ് സ്ഥിരീകരണം എന്ന് പറയുന്നത്. വചനം സത്യമാണെന്ന് പറയുന്നതാണ് സ്ഥിരീകരണം. ഓരോ അടയാളങ്ങളെ നമ്മൾ കേൾക്കുമ്പോഴും കർത്താവ് എന്താ പറയണത്? കേൾക്കുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാണ്. അപ്പോൾ ഓരോ അടയാളങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, പക്ഷേ അടയാളങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അടയാളങ്ങൾ 2 ഘടകങ്ങളുണ്ട്. അടയാളങ്ങൾക്ക് 2 ഘടകങ്ങളുണ്ട്. ഒന്നെന്താ?
അടയാളം ഒരു ഘടകം, അത്ഭുതം. അത്ഭുതം ഒരു ഘടകമാണ്. ഒരു ഘടകം പിന്നെ എന്താ? അത്ഭുതം തന്നെ. അതുപോലെ തന്നെ അനുഭവങ്ങളും ഒരു അടയാളമാണ്. അടയാളത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അത്ഭുതമുണ്ട്, പിന്നെ എന്താണ്? അനുഭവമുണ്ട്. ഇപ്പോൾ രണ്ട് കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. വചന സ്ഥിരീകരണത്തിന് രണ്ട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് അത്ഭുതം. വചന സ്ഥിരീകരണം എങ്ങനെയാണ് സ്ഥിരീകരണം സംഭവിക്കുന്നത്? അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കും. അതാണ് മർക്കോസ് 16:20. ഈ അടയാളങ്ങൾക്ക് തന്നെ രണ്ട് ഘടകമുണ്ട്. എന്താണ്? അത്ഭുതമുണ്ട്. അത് അത്ഭുതം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്, നമ്മുടെ കോമൺ സെൻസിന് അപ്പുറത്ത് സംഭവിക്കുന്ന, റീസണ് അപ്പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. യുക്തിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ അത്ഭുതപ്പെടുത്തും. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അനുഭവങ്ങൾ. ഇപ്പോൾ വലച്ചൻ്റെ കാലത്ത് എന്നാ വേണമെന്നാണ് പറഞ്ഞത്? കർത്താവിനെ അന്വേഷിക്കും. ഇപ്പോൾ സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വലഞ്ഞേക്കാം. കർത്താവെ, അങ്ങയെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. അത് 34:10 നമ്മൾ കണ്ടത്. അപ്പോൾ കർത്താവിനെ അന്വേഷിക്കുന്നത് എപ്പോഴാണ്? എന്തിനു വേണ്ടിയാണ്? അനുഭവങ്ങൾക്ക് വേണ്ടിയാണ്. അച്ഛൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അടയാളങ്ങൾക്ക് രണ്ട് ഘടകങ്ങളുണ്ട്. ആദ്യം വേണ്ടെന്ന് വചനം. വചനത്തിന് സ്ഥിരീകരണം വേണം. സ്ഥിരീകരണത്തിന് അടയാളം വേണം. അടയാളത്തിന് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് എന്താണ്? അത്ഭുതം. രണ്ടാമത്തത് എന്താണ്? അനുഭവം. അനുഭവം ആർക്കാണ് കിട്ടുന്നത്? അനുഭവം കർത്താവിനെ അന്വേഷിക്കുന്നവർക്കാണ്. കർത്താവിനെ അന്വേഷിക്കുന്നവർക്കാണ് അനുഭവം കിട്ടുന്നത്. ഏത് കാലത്താണ് കർത്താവിനെ അന്വേഷിക്കേണ്ടത്? 34:10 അനുസരിച്ച് വലച്ചിലിൻ്റെ കാലത്താണ് കർത്താവിനെ അന്വേഷിക്കണം. അതാണ് നമ്മൾ ചെയ്യണത് ഉടമ്പടിയിലൂടെ. യു ഗോട്ട് ദ പോയിന്റ്. പിടിയിട്ടില്ലേ? ഇനി വരുന്ന വിഷയം, ഈ അനുഭവങ്ങൾ എങ്ങനെയാണ് വരണത്? സ്വന്തം അനുഭവങ്ങളെന്ന് പറയുന്നത് രണ്ട് അനുഭവങ്ങളുണ്ട്. എന്താണ്? മറ്റുള്ളവരുടെ അനുഭവങ്ങളുണ്ട്, സ്വന്തം അനുഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് എന്തിനാണ്? നമ്മുടെ സ്വന്തം അനുഭവങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. സ്വന്തം അനുഭവങ്ങൾ. അതെന്തിനാണ്? അത് നമ്മളെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ്. പറഞ്ഞ് മനസ്സിലായില്ലേ? ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവത്തെ കണ്ടെത്തുക, സാക്ഷിയായി ജീവിക്കുക. അതാണ് എൻ്റെ ലക്ഷ്യം. അതെൻ്റെ മക്കൾ അറിയണം. അതിൻ്റെ ടെക്നിക്ക് അറിയണം. ദൈവത്തെ കണ്ടെടുത്തത് എന്തിനാണ്? ദൈവത്തിന് സാക്ഷിയായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് എൻ്റെ ഉദ്ദേശം. അപ്പം അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. ഒന്ന് പറഞ്ഞേ, അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. 17:27 നടപടി അപ്പോസ്തല പ്രവർത്തനം 17:27 ഏറ്റു പറഞ്ഞ്, അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകും. അപ്പം അലച്ചിലിൻ്റെ ഒരു കാലമുണ്ട്, കൊറോണയുടെയും ഒരു കാലമുണ്ട്, ഇല്ലേ? ഇങ്ങനെ ജോലി ഇല്ലാത്തൊരു കാലം, വീടില്ലാത്തൊരു കാലം, കടത്തിൻ്റെ കാലം. അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. ഇതെന്നാത്തിനാണ്? അതാണ് നടപടി പുസ്തകം 17:27. ഇത് ഓരോരുത്തരും പറഞ്ഞ് സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ്. പിടിയോ? എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? സ്വന്തം അനുഭവം. എന്തിനാണ് അനുഭവം തരണത്? വചനത്തിൻ്റെ സ്ഥിരീകരണത്തിനാണ്. വചനത്തിൻ്റെ സ്ഥിരീകരണത്തിനാണ് സ്വന്തം അനുഭവം തരണത്. എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കണം. കാര്യം എന്താണ്? വചനമാണ് ആദ്യം നൽകണത്. വചനം എന്തിനുള്ളതാണ്? കർത്താവ് നമ്മുടെ കൂടെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ സ്ഥിരീകരണം കിട്ടും. സ്ഥിരീകരണം കിട്ടുന്നത് എന്തിലൂടെയാണ്? അടയാളത്തിലൂടെ. അടയാളത്തിൽ എന്തെല്ലാം ഉണ്ട്? അത്ഭുതമുണ്ട്, അനുഭവമുണ്ട്. അനുഭവം എങ്ങനെ വരുന്നു? സ്വന്തം അനുഭവമാണ്. അതെപ്പോഴാണ് അനുഭവം ഉണ്ടാകണത്? ഓരോരോ കാലം വരുമ്പോൾ, കാലം മാറുമ്പോഴേ. നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ കാലമില്ലേ?
കല്ല് പെരക്കി കളയാൻ ഒരു കാലം, കല്ല് പെരക്കി കൂട്ടാൻ ഒരു കാലം, കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാൻ ഒരു കാലം, ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ. അതാണ് സഭാപ്രസംഗം 3:3. സഭാപ്രസംഗം 3:3. ചില സമയത്ത് നമ്മൾക്കൊരു കാലമാറ്റം, കാലാവസ്ഥ ഭേദമുണ്ടാവും. ഈ കാലാവസ്ഥ ഭേദമുണ്ടാകുന്നതിൻ്റെ ഉദ്ദേശം അത് തകർച്ചയല്ല. എന്താണ്? അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്ന 17-27 നടപടി പുസ്തകം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ അവിടുന്ന് ഓരോരുത്തർക്കും ഒരു കാലം കൽപ്പിച്ച് നൽകുമ്പോൾ ഇത് അവരവർ ദൈവത്തെ അന്വേഷിക്കാനും സ്വന്തം അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്താൻ വേണ്ടിയാണ്. കണ്ടെത്തിയാൽ ഉണ്ടാകുന്ന ഗുണമെന്താ? ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കി ജീവൻ്റെ വചനത്തെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. പ്രൈസ് ദ ലോർഡ്. അതാണ് യോഹന്നാൻ 1:1. ഞങ്ങൾ കണ്ടെത്തുന്നത് എന്തിനാണ്? സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുന്നത് എന്താണ്? കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന വിസ്മയിച്ചിരിക്കാനാണോ? അല്ല. എന്താ കണ്ടെത്തുന്നത്? ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, പറഞ്ഞേ, ചെവി കൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ചത്, ജീവന്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ സാക്ഷ്യം നൽകുന്നു. അപ്പോഴേ എല്ലാ അനുഭവങ്ങളും എന്തിനാണ്? വചനത്തിൻ്റെ സ്ഥിരീകരണത്തിനാണ്. വചനത്തെ സ്ഥിരീകരണം എന്തിനാണ്? അത് വചനത്തിൻ്റെ സാക്ഷിയായി ജീവിക്കാനുള്ളതാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ, സ്വന്തം അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തി ആ വചനത്തിന് സാക്ഷിയായി ജീവിക്കുവാൻ എന്നെ അങ്ങയുടെ സാക്ഷിയായി ഉയർത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.